അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മസാഫിന്റെ ഈ വേദിയിൽ ഇസ്ലാമിന്റെ പ്രഥമ പോരാട്ടമായ ഗസ്വത്തുൽ ബദർ വെറുമൊരു യുദ്ധം മാത്രമായിരുന്നില്ല. ബദറിന് മുമ്പും അതിനുശേഷം ഒരുപാട് ഏറെ സംഭവ വികാസങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. വിശ്വപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നോ മക്ക മുശ്രിക്കീങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. എന്നിട്ടും മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വെറുതെ വിട്ടില്ല, അവരെ ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അബൂ സുഫിയാനും സംഘവും തങ്ങളുടെ സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ വിവരം അറിയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരുക്കങ്ങൾ കൂട്ടുകയാണോ? എന്നാൽ എങ്ങനെയോ ഇതറിയുന്ന അബൂ സുഫിയാൻ ലംലമിനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അടയും മുണ്ട് ദിനം മുന്നേ തെളിവർണ്ണ കമ്മ തായവർ ജീവ ഉമ്മത്തായി തേറി മുന്നിൽ തന്നിൽ കണ്ണടൈന്ത മനാമത്താ ഉളരിടെ ലംലമും നാക്കതേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അടയും മുണ്ട് ദിനം മുന്നേ പളവം ഹൈറാന കിനാവ് കണ്ടം പുള്ളർത്താനേ പകലില്ല പാസ് വരുത്തിച്ചു മോളിന്താനേ കുളിർമക്കാനിയേകി കൂരിരുള്ള തലവർക്ക് കുല്ലിൽ ബാലിയെ ബലാൽ വരുന്നുണ്ട് ലാശക്ക്. ലംലം മക്കയിലേക്ക് പോവുകയാണ്. ലംലം എങ്ങനെയാണ് മക്കയിലേക്ക് പോകുന്നത്? ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണ് ലംലം മക്കയിലേക്ക് പോകുന്നത്. എന്നാൽ മക്കയിലെത്തുന്നതിന് 3 ദിവസം മുമ്പേ മക്കയിൽ ഒരു സംഭവം ഉണ്ടായി. വെളിയൂർ നബിക്ക് അമ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആതിഖ ബീവി ഒരു സ്വപ്നം കാണുകയുണ്ടായി. സ്വപ്നം കണ്ടതും പിറ്റേന്ന് രാവിലെ എണീറ്റ് പേടിച്ചുകൊണ്ടോ വിയർത്തുകൊണ്ട് തന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ആതിഖ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടായ മക്കയിലേക്ക് ഒരാൾ നീല പതാക പിടിച്ചു വരികയാണോ? എന്നിട്ട് അയാൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഏയ് മക്കക്കാരെ, നിങ്ങളാകെ നശിക്കാൻ പോവുകയാണോ? നിങ്ങൾ ഛിന്ന ഭിന്നമാകാൻ പോവുകയാണോ? എന്നിട്ട് അയാളുടെ ഒട്ടകത്തെ കഅബയുടെ അരികിലേക്ക് പായിച്ചുകൊണ്ട് പറയുകയാണോ, മക്കക്കാരെ, നിങ്ങൾ നശിക്കാൻ പോവുകയാണോ? നിങ്ങൾ ഛിന്ന ഭിന്നമാകാൻ പോവുകയാണോ? ഇത് കേട്ടതും മക്കയിലുള്ളവർ ആകെ പേടിച്ചു പിറക്കുകയാണോ? സ്ത്രീകളും കുട്ടികളും പേടിച്ച് പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശേഷം അതാ ഒട്ടകത്തെ പായിക്കുന്നു നേരെ ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക്. എന്നിട്ടോ വലിയൊരു കല്ലിലുട്ടി അതാ താഴേക്കിടുന്നു. കല്ല് താഴെ വന്ന് വീണതും മക്ക ഛിന്ന ഭിന്നമായി പോവുകയാണോ? ഛിന്ന ഭിന്നമായി ചിതറുകയാണ്. ഈ സ്വപ്നം ആതിഖ ബീബിയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ
ആതിക, ഇത് സത്യമാണോ? ഇതാരോടും പറയരുത്. നിശ്ചയം ഇത് സത്യമാണോ? ലാ ശക്ക, നിശ്ചയമായും മക്കയിലുള്ളവർക്ക് എന്തോ ബലാൽ വരാനിരിക്കുകയാണോ? അവർക്കെന്തോ വലിയ മുസീബത്ത് വരുന്നുണ്ടോ? അതുകൊണ്ട് ഇതാരോടും പറയരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, എന്നാൽ തന്റെ ഉറ്റ സുഹൃത്തായ ഖാലിദിനോടും ഉയൈനയോടും അങ്ങനെ ഉയൈന അബൂജഹലിനോടും ഈ വിവരം പറയുകയുണ്ടായി. ആരാണ് അബൂജഹൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന വിരോധിയാണ് അബൂജഹൽ. അങ്ങനെ അബൂജഹൽ ഈ വാർത്ത കേട്ടതും അവന്റെ പരിഹാസം, പുച്ഛം, എന്തോ മക്കയിൽ ഒരു പ്രവാചക വനിത വന്നിട്ടുണ്ടെന്നോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കാൻ വേണ്ടി മക്കയിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് തവാഫിന് വേണ്ടി മക്കയിലേക്ക് വരുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അബൂജഹൽ സദസ്സിന് മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അബ്ബാസേ, തന്റെ കുടുംബത്തിൽ ഒരു പ്രവാചക വനിത വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങൾ ഇതിനു മുമ്പും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനാക്കിയത് അല്ലേ? വളരെ മോശമല്ല അബ്ബാസ്. എന്നിട്ട് എന്തേ ആ പ്രവാചക വനിത എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നു. എന്താണ് അബ്ബാസ് ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അബ്ബാസ് ദേഷ്യപ്പെട്ട് അബൂജഹലിനോട് പറഞ്ഞു, സദസ്സിന് മുന്നിൽ വെച്ചുകൊണ്ട് അപമര്യാദയായി പെരുമാറരുത് കേട്ടോ. ഇത് കേട്ടതും അബൂജഹൽ പേടിച്ചു വിറച്ചു. അബൂജഹൽ പറഞ്ഞു, അബ്ബാസ്, ഞാൻ തങ്ങളെ മോശപ്പെടുത്തിയതല്ല, നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീട്ടിലാകട്ടെ ഈ വിവരം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുറൈശികൾ അവർ ചോദിച്ചു, എന്റെ അബ്ബാസ് ഞങ്ങളെ കുറിച്ച് ഇത്രയും പറഞ്ഞു, ഒരു പ്രതികരണവുമില്ലാതെ വീട്ടിലേക്ക് വരികയാണല്ലേ? ഉമദിയങ്ങളെ കുറവ് കൊണ്ട അബൂജഹൽ ശമ്പിയ ഭാഷം ഒക്കെ ചെവിയിൽ ധരിച്ച് മനതിൽ പൊരുത്തം വിടുവത് മോശം. നമ്മയതിൻ പകരമേ മൊള്ളിടറച്ച കിട്ടുന്ന വിശേഷം, തക്ക കുറവ് പലർക്കും ഒളിവതിനിക്ക സബബ് വിശേഷം. ഉമദിയങ്ങളെ കുറവ് കൊണ്ട അബൂജഹൽ ശമ്പിയ ഭാഷം ഒക്കെ ചെവിയിൽ ധരിച്ച് മനതിൽ പൊരുത്തം വിടുവത് മോശം. നമ്മയതിൻ പകരമേ മൊള്ളിടറച്ച കിട്ടുന്ന വിശേഷം, തക്ക കുറവ് പലർക്കും ഒളിവതിനിക്ക സബബ് വിശേഷം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ ഖുറൈശി വനിതകൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഖുറൈശി സ്ത്രീകൾ പതിവ്രതരാണോ? ഞങ്ങൾ ശുദ്ധരാണോ? ഞങ്ങളെ കുറിച്ച് അബൂജഹൽ ഇത്ര പറഞ്ഞിട്ടും താങ്കൾ എന്തേ അബ്ബാസെ പ്രതികരിച്ചില്ല? ഈ പ്രതികാരം ചെയ്യാതിരിക്കുന്നതൊക്കെ ഒരു മോശമല്ല അബ്ബാസ്. പിൻകാലത്ത് പ്രതികാരം ചെയ്യാത്തതിന്റെ പേരിലൊക്കെ നമ്മെ കളിയാക്കാൻ ഒരു കാരണമായി തീരും കേട്ടോ എന്നും പറഞ്ഞു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. എന്നിട്ടും ഖുറൈശി വനിതകളുടെ രോക്ഷം മടക്കാനായില്ല. അവർ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും പറയാൻ തുടങ്ങി. ചിങ്കപ്പലി ഹംസ റളിയല്ലാഹു അൻഹു, പുലിക്കുട്ടി അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പോയതല്ലേ? ഞങ്ങൾ കേവലം ഖുറൈശി വനിതകളെ സഹായിക്കാൻ വെറും അബ്ബാസ് മാത്രമല്ലേ ഉള്ളത്? അബൂലഹബാണെങ്കിൽ രോഗശൈലിയായി കിടപ്പിലുമല്ലേ? അങ്ങനെ ഇതെല്ലാം കേട്ട് അബ്ബാസ് പിറ്റേ ദിവസം മക്കയിലേക്ക് പോയപ്പോൾ അതാ അവിടെ അബൂജഹൽ നിൽക്കുകയാണ്. പരിഹാസഭാവത്തോടുകൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിഹസിക്കാൻ തുടങ്ങുന്നതും അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ നേരെ ചാടി. പെട്ടെന്ന് ഈ രംഗം കണ്ട അബൂജഹൽ പേടിച്ചോടുകയാണ്. അങ്ങനെ മക്കയുടെ കവാടത്തിലൂടെ പുറത്തേക്ക് ഓടുകയാണ്, നേരെ ജബൽ ഖുബൈസിന്റെ മുകളിലേക്ക്. പെട്ടെന്ന് മേലെ നിന്നും ഒരു അട്ടഹാസം. വെട്ടിക്കുബൈസിൽ പവിട്ടുന്നരട്ടതി പെട്ടതിളം നമതായ് പിതംപദൈ തിരുഹസ്തം ശിരസിൽ വൈത്തി വിളി തുരതായ്. വെട്ടിക്കുബൈസിൽ പവിട്ടുന്നരട്ടതി പെട്ടതിളം നമതായ് പിതംപദൈ തിരുഹസ്തം ശിരസിൽ വൈത്തി വിളി തുരതായ്. തിട്ടതികളൊക്കെയിൽ മുക്കിയ മക്കയിൽ മിക്കവരെ തിങ്കൾ
തിങ്കളയുങ്ക കുറങ്ങിയ ബംഗല സങ്കളം കേളുവാനേ വെട്ടിക്കുബൈസിൽ വകുട്ടുന്നരട്ടതി പെട്ടതി ലംലമത്തായി വിത്തം പതൈ തിരുഹസ്തം ശിരസിൽ പൈത്ത് വിളിത്തുരത്തായി. അങ്ങനെ പർവ്വതത്തിന് മുകളിൽ ലംലം വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? ഇരുകൈകളും തലയിൽ വെച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് നെറ്റിത്തടമാകെ വിയർത്തൊലിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഏയ് മക്കക്കാരെ, നിങ്ങളുടെ കച്ചവട സംഘത്തെ മുസ്ലിം സൈന്യം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ട മക്കക്കാർ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് പരിഭ്രാന്തരാവുകയാണ്. അങ്ങനെ അബൂജഹൽ ഈ രംഗം കണ്ടോ വാ പൊളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് മക്കക്കാരെ എല്ലാവരും വിളിച്ച് അബൂജഹൽ പറയുകയാണ്, ഇങ്ങനെ പേടിച്ച് അപമാനിതരായി കഴിയുന്നതിനേക്കാൾ പോരാടി മരിക്കുകയാണ് നല്ലത്. അങ്ങനെ അബൂജഹലും സംഘവും ബദറിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, ബദർ ഇവിടെ അവസാനിക്കുന്നില്ല, സീറ ഇവിടെ അവസാനിക്കുന്നു. വാഹിറുദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.